എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38 39 വാക്യങ്ങൾ. യോഹന്നാൻ 1:38 39. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യർ ഭാഗ്യമുള്ളവർ എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അതിനോട് ചേർത്ത് ദൈവം തിരഞ്ഞെടുക്കുന്ന ആളുകൾ ദൈവത്തോടുകൂടെ പാർക്കുകയും ദൈവം അവരെ തൃപ്തരാക്കുകയും ചെയ്യുന്നു എന്ന രണ്ട് ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തൻ്റെ കൂടെ പാർപ്പിക്കുന്ന ദൈവം. കർത്താവിനോടുകൂടെ പാർക്കുക എന്നത് ഏറ്റവും വിശിഷ്ടമായ ഒരനുഭവമാണ്. യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകെ പോയി എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചത്. വന്ന് കാൺമീൻ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോയി അവനോടുകൂടെ പാർപ്പിച്ചു. യേശു കർത്താവ് മശിഹയാണെന്ന് മനസ്സിലാക്കാൻ അന്ത്രയോസിന് ആ ഒറ്റ ദിവസം മതിയായിരുന്നു. യേശുവിനോടുകൂടെ പാർത്താൽ പിന്നെ പിരിയാൻ തോന്നുകയില്ല. ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ യേശു പാർക്കുന്നുണ്ടോ? അവിടെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടോ? അതോ നിരന്തരം കുറ്റപ്പെടുത്തലിൻ്റെയും സ്വയ സഹതാപത്തിൻ്റെയും പിറുപിറുക്കലിൻ്റെയും മത്സരവാക്കുകളുടെയും ഒക്കെ ശബ്ദമാണോ ഉയരുന്നത്? പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യനെക്കുറിച്ചും 92-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ഇത് ദൈവത്തോടുകൂടെ പാർക്കുന്ന അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കുന്ന മനുഷ്യരുടെ ജീവിതാവസ്ഥയാണ്. സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് പ്രവേശിച്ച് പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ പാർക്കേണ്ടതാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ യോഗ്യതയും ശ്രേഷ്ഠതയും ഒന്നും നോക്കിയല്ല കർത്താവ് തൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്നത്. ദൈവ സാന്നിധ്യത്തിൽ തഴച്ചു വളരുന്ന ഒരനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ നിരന്തരം ഫലം പുറപ്പെടുവിക്കും. എന്നും നയന മോഹനമായ നനവുള്ള ഒരു തോട്ടമായി അവർ കാണപ്പെടും. ഉണങ്ങി വരണ്ടിരിക്കുന്ന ജീവിതം ഇത് ഒന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ദൈവവചനത്തിലെ ഏറ്റവും ശക്തമായ വാഗ്ദത്തമാണിത് എന്ന് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നത് തിരുസാന്നിധ്യം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും എന്നതിൻ്റെ സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. സാത്താന് ആ ജീവിതത്തെ തകർക്കാൻ സാധിക്കില്ല. ആ തോട്ടം അഥവാ ആ ജീവിതം നിമിഷം പ്രതി ദൈവത്താൽ നനയ്ക്കപ്പെട്ടതും രാവും പകലും പ്രത്യേകമായി സൂക്ഷിക്കപ്പെട്ടതുമായിരിക്കും. കൂടാതെ അങ്ങനെയുള്ള ജീവിതം അതിൻ്റെ വേര് ആഴത്തിൽ ഊന്നിയ ജീവിതമായിരിക്കും. അത് തളിർത്ത് പൂക്കുന്ന ജീവിതമാണ്. അത് ഫലപൂർണമായ ജീവിതമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നോക്കുമ്പോൾ, ഞാൻ നിന്നെ എല്ലായ്പ്പോഴും നടത്തും, വരണ്ട നിലത്ത് നിന്റെ വിശപ്പടക്കും,
അസ്ഥികളെ ബലപ്പെടുത്തും. എത്ര ശക്തമായ വാഗ്ദത്തമാണ്! നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. തൻ്റെ ഭക്തന്മാർക്കുള്ള പദവിയാണ് തിരുസാന്നിധ്യത്തിൽ മറയ്ക്കപ്പെടുക എന്നത്. അതുകൊണ്ട് ദൈവം കൂടെ വസിക്കുന്ന അനുഭവമില്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ സകല അരിഷ്ടതയ്ക്കും തകർച്ചയ്ക്കും പരിഹാരമായി ഈ വല്ലഭനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും കടന്ന് വരുന്ന അനുഭവം ഉണ്ടാകണം. നമ്മുടെ വ്യക്തിത്വം പരിപൂർണമാക്കപ്പെടുന്ന ഈ മനോഹരമായ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വലിയ ബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വസിക്കുന്ന മനോഹരമായ അനുഭവമാണ്. കർത്താവ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. തകർക്കാനല്ല, പണിതെടുക്കാനാണ് ദൈവത്തിൻ്റെ വാഞ്ച. അതുകൊണ്ട് ഈ രക്ഷകനുമായി സഹകരിച്ച് ജീവിതം പുതുക്കി പണിയാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന് തൃപ്തരാക്കുന്നു എന്നതാണ്. ഇന്ന് തൃപ്തി എന്ന വാക്കിന് ഒരു വിലയുമില്ല. പണമുള്ളവന് തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ലോകത്തിൻ്റെ മറ്റ് ഇമ്പങ്ങളുടെ പുറകെ പോകുന്നവർ തൃപ്തിയായി എന്ന ഒരവസ്ഥ ഇല്ല. അതുകൊണ്ടാണ് തൃപ്തിയും സമാധാനവും പ്രാപിക്കാൻ പലരും പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ഐശ്വര്യം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മനുഷ്യൻ്റെ പ്രയത്നമൊക്കെയും അവൻ്റെ വായ്ക്ക് വേണ്ടിയാകുന്നു, എങ്കിലും അവൻ്റെ കൊതിക്ക് മതി വരുന്നില്ല എന്ന് സഭാപ്രസംഗി 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. എന്നാൽ ഇവിടെ ഇതാ വലിയവനായ ദൈവം താൻ തിരഞ്ഞെടുത്ത് അടുപ്പിച്ച് പാർപ്പിക്കുന്നവരെ തൃപ്തരാക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും തൻ്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. തൃപ്തി തരാൻ ദൈവത്തിനെ പറ്റൂ. ആത്മാവിൽ തൃപ്തി പ്രാപിച്ചെങ്കിലേ തൃപ്തരാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം തരുന്ന തൃപ്തി വിശപ്പും ദാഹവും ആർത്തിയും ഉള്ളവർക്ക് മാത്രമുള്ളതാണ്. വിശപ്പില്ലാത്തവർക്കോ ദാഹമില്ലാത്തവർക്കോ തൃപ്തി പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ദൈവം. ഒരാട് വയറ് നിറഞ്ഞാലേ കിടക്കുകയുള്ളൂ. ഒഴിഞ്ഞ വയറുള്ള ആട് പച്ചയായ പുൽപ്പുറങ്ങളിൽ എങ്ങനെയാണ് കിടക്കുക? യഹോവ ഇടയനായ ദൈവ പൈതൽ പൂർണ്ണ തൃപ്തിയോടെയാണ് വിശ്രമിക്കുന്നത്. തൃപ്തി എന്ന് പറയുമ്പോൾ അതൊരു മനോഭാവമാണ്. അത് ദൈവകൃപയാൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന വിശേഷ ഗുണമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൃപ്തരാണോ എന്നത് വിശകലനം ചെയ്യണം. ഇല്ലെങ്കിൽ തൃപ്തനാക്കാം എന്ന് പറഞ്ഞവൻ്റെ അടുക്കലേക്ക് കടന്നു വരണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തന്നോട് നമ്മളെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം തൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ പാർപ്പിക്കും. അതിനേക്കാളെല്ലാം ഉപരിയായി പൂർണ്ണ തൃപ്തിയുള്ള ജീവിതം നമുക്ക് നൽകും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പാർപ്പിക്കുകയും ഞങ്ങളെ തൃപ്തരാക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നമുക്ക് കാത്തുകൊള്ളണമേ. സംഭവ ബഹുലതകൾ നിറഞ്ഞ പകൽക്കാലത്തിൽ കർത്താവിൻ്റെ കരുണയിൽ മാത്രം
ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ. തിരുസാന്നിധ്യബോധം ഞങ്ങളിൽ പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നിറവിൻ്റെയും ദൈവത്തോടുകൂടെ പാർക്കുന്ന അനുഭവത്തിൻ്റെയും ആ ഒരു വലിയ ഓർമ്മയിൽ എല്ലാവരെയും നിലനിർത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിക്കും മേലായ ദൈവിക സാന്നിധ്യവും കൃപയും നിറവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.